ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം, ദൈവം അവന് ഹൃദയസന്തോഷം അരുളുന്നതുകൊണ്ട് അവൻ തൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണയും ദയയും ഉള്ള ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ നമ്മെ നിറയ്ക്കുന്ന നിറവാണ് ഹൃദയസന്തോഷം. ഹൃദയത്തിൽ സന്തോഷം തരുന്നവൻ ദൈവമാണ്. കാരണം നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനെ സ്വീകരിച്ചു. എൻ്റെ ഹൃദയവാതിൽ അങ്ങയ്ക്ക് തുറക്കുന്നു, അങ്ങൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മുതൽ നമ്മുടെ ഹൃദയത്തിൽ ആരുണ്ട്? കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. ആ ദൈവം ഹൃദയത്തിലുള്ളപ്പോൾ ഹൃദയ സന്തോഷം അരുളിയുന്നതുകൊണ്ട്, ആ ഹൃദയ സന്തോഷം അരുളുന്നതുകൊണ്ട് അരുളിയ കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നാം ഹൃദയ സന്തോഷമുള്ളവരാണോ? അതോ എപ്പോഴും ദുഃഖവും വേദനയും ഭാരവും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണോ? എപ്പോഴും ദുഃഖിച്ച് നടന്നിട്ട് എന്ത് കാര്യം? എപ്പോഴും കരഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ കർത്താവ് നമ്മളെ എപ്പോഴും സഹായിക്കാൻ കൂടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഭാരപ്പെടുന്നത്? അതുകൊണ്ട് ഹൃദയത്തിൽ സന്തോഷം തരുന്നവൻ മനുഷ്യർക്കാർക്കും അങ്ങനെ തരാൻ കഴിയത്തില്ല. മനുഷ്യർക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഭർത്താവിന് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പറ്റും. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു നല്ല സാരിയോ ചുരിദാറോ നൈറ്റിയോ ഒക്കെ കൊണ്ട് തരുന്നത് വലിയ സന്തോഷമാണ്. ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ട് തരുന്ന സന്തോഷമാണ്, അളവ് നോക്കി കൃത്യമായിട്ട്. എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ച് പോകുന്ന സമയത്ത് കടകളിൽ കയറുന്നതും ഷോപ്പിംഗ് നടത്തുന്നതും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മറ്റു പലർക്കും പല നിലകളിൽ സന്തോഷങ്ങൾ. അങ്ങനെ ടൂറ് പോകുന്നത് സന്തോഷം, വെളിയിൽ പോയിട്ട് വരുന്നത് സന്തോഷം എന്ന് വേണ്ട. പക്ഷേ അതെല്ലാം എത്ര നേരത്തേക്കേ ഉള്ളൂ? കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഒരു വാക്ക് തർക്കുമ്പോൾ, എന്തെങ്കിലും ഒരു മാനസിക പ്രയാസം വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതോടുകൂടി ആ ഹൃദയ സന്തോഷം കെട്ടുപോകും. അപ്പോൾ ഹൃദയ സന്തോഷം മാനുഷിക നിലയിൽ ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ അത് ആ സമയത്തേക്ക്, കുറച്ച് സമയത്തേക്ക് കാണും. പക്ഷെ പിന്നീട് അത് ഓർക്കത്തില്ല. എന്നാൽ ഇവിടെ നിൻ്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ലെന്നാണ്. എന്നുവെച്ചാൽ ദൈവം തരുന്ന നന്മകൾ, ദൈവത്തിൻ്റെ വിടുതലുകൾ ഓർക്കാനേ സമയമുള്ളൂ. ആയുഷ്കാലം ഓർക്കാൻ സമയമില്ല. ഈ ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിക്കാത്തവരാണ് നിരാശരായി, വേദനയുള്ളവരായി, എപ്പോഴും ഓരോന്നൊക്കെ പദം പറക്കിക്കൊണ്ടിരിക്കും. ദൈവത്തെ കുറ്റപ്പെടുത്തും, മനുഷ്യരെയും കുറ്റപ്പെടുത്തും. അങ്ങനെ ഇരിക്കുന്നവർക്ക് അവരുടെ ആയുഷ്കാലം ഏറെ ആയെന്ന് തോന്നും. ഞാൻ എത്ര നാൾ ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ടി വരും, എത്ര നാൾ ഈ ദുഃഖവും വേദനയും അനുഭവിക്കേണ്ടി വരും എന്നവർ ചിന്തിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആ ഹൃദയ സന്തോഷം അനുഭവിക്കുന്നവർക്കോ ഹൃദയ സന്തോഷത്തിൽ ആനന്ദിച്ചങ്ങ് പോവുകയാണ്. ആയുഷ്കാലം ഓർക്കുന്നില്ല. നീന്തൽക്കുളത്തിൽ നീന്തുന്നൊരു വ്യക്തിക്ക് ആ വെള്ളം സുഖം കൊടുക്കുന്നെങ്കിൽ കുറച്ചുകൂടെ നീന്തി കരയെക്കുറിച്ചോ മറ്റുള്ളതിനെക്കുറിച്ചോ ഓർക്കാതെ അവൻ ആ വെള്ളത്തിനകത്ത് സന്തോഷിക്കും. ദൈവത്തിൻ്റെ ജനമേ, ചില നന്മകൾ കിട്ടുമ്പോൾ നമ്മളതിലങ്ങ് സന്തോഷിക്കും. ചില വാഗ്ദത്ത വിടുതലുകൾ നാം പ്രാപിക്കുമ്പോൾ അതിൽ സന്തോഷിക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി സന്തോഷങ്ങൾ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ദൈവം നമ്മുടെ ഹൃദയ സന്തോഷത്തെ അനുഗ്രഹപൂർണമാക്കി നമുക്കൊരു ജീവിതം നൽകിയിരിക്കുന്നു. ആ ഹൃദയ സന്തോഷം എപ്പോഴും ആനന്ദത്തിനും വിടുതലിനും കാരണമാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നല്ല ചിന്തകളുമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ആനന്ദത്തോടെ ആയിരിക്കാം. ഈ ഹൃദയ സന്തോഷം തന്ന ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചവർക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ ആയുഷ്കാലത്തെക്കുറിച്ച് ഓർത്തിട്ടേ ഇല്ല. അങ്ങനെ ഓർക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. കാരണം ഇവിടെ എനിക്ക് ഹൃദയ സന്തോഷവും അതിൻ്റെ നന്മകളും തന്ന ദൈവം ഞാൻ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനോട് കൂടെ ആയതുകൊണ്ട്
ഇവിടെയും സന്തോഷം, മരിച്ചു ചെന്നാലും അവിടെയും സന്തോഷം, അവിടെ ആനന്ദം. അങ്ങനെ ദൈവകൃപ അനുഭവിച്ച് ആനന്ദിപ്പാൻ എന്നെ സഹായിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അങ്ങ് തന്ന ആയുഷ്കാലത്തിൽ, അങ്ങ് തന്ന ഹൃദയ സന്തോഷത്തിൽ എന്നും ആനന്ദിച്ച് ആയുഷ്കാലത്തെ ഓർക്കാതെ ദൈവകൃപയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ജീവിക്കാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.